ഹായ്, ഇന്ന് ഞാനുള്ളത് ക്യാതറിൻ തോമസിൻ്റെ അടുത്താണ്. ക്യാതറിന് ന്യൂസിലൻഡിലേക്ക് 1 ഇയർ മാസ്റ്റേഴ്സ് പഠിക്കാൻ വേണ്ടിയിട്ട് വിസ അപ്രൂവ് ആയേക്കാണ്. ആളുടെ അടുത്ത് നമുക്ക് ഇതുവരെയുള്ള എക്സ്പീരിയൻസിനെ കുറിച്ച് ചോദിച്ചറിയാം. കൺഗ്രാറ്റ്സ് ക്യാതറിൻ. താങ്ക് യു. ക്യാതറിൻ എവിടെ നിന്നാണ് വരുന്നത്? ഞാൻ ചാലക്കുടിയിൽ നിന്ന് വരുന്നു. ഹസ്ബൻഡിന്റെ വീട് പുതുക്കാടാണ്. ഞങ്ങളിപ്പോൾ പുതുക്കാട് സ്റ്റേ ചെയ്യുന്നു. ക്യാതറിൻ ന്യൂസിലൻഡിൽ പഠിക്കാൻ പോകുന്ന പ്രോഗ്രാം ഏതാണ്? ഞാൻ സെലക്ട് ചെയ്തിരിക്കുന്ന കോഴ്സ് മാസ്റ്റർ ഓഫ് ബിസിനസ് ഇന്നോവേഷൻ ആൻഡ് ലീഡർഷിപ്പ് ആണ്. അത് എത്ര ആണ് ഡ്യൂറേഷൻ വരുന്നത്? 1 ഇയർ ആയിരുന്നു. ആണോ? അതിനുശേഷം 3 വർഷം സ്റ്റേ ബാക്ക്. ഫീസ് ഒക്കെ എത്രയാണ് വരുന്നത്? ഫീസ് 16 lakh ആയിരുന്നു. ഹാപ്പിയാണോ? ഹാപ്പിയാണ്. ക്യാതറിൻ, എങ്ങനെയാണ് ചോയ്സ് ക്യാമ്പയിൻ സ്റ്റഡി അബ്രോഡിനെ കുറിച്ച് അറിഞ്ഞത്? ആക്ച്വലി ഞങ്ങൾ അറിഞ്ഞത് ഞങ്ങളുടെ ഒരു ഫാമിലി ഫ്രണ്ട് വഴിയായിരുന്നു. ഞങ്ങളുടെ നൈബറാണ് അവര്. അപ്പൊ അവര് ന്യൂസിലൻഡിൽ സെറ്റിൽഡ് ആണ്, ഫാമിലി സെറ്റിൽഡ് ആണ്. അപ്പൊ അവര് ഞങ്ങൾക്ക് ന്യൂസിലൻഡിലേക്ക് പോണ കാര്യം ചോദിച്ചപ്പോൾ അവര് ഏറ്റവും ബെസ്റ്റ് ഓപ്ഷൻ ആയിട്ട് പറഞ്ഞത് ചോയ്സ് ക്യാമ്പയിൻ അപ്ലോഡ് സ്റ്റഡിനെ പറ്റിയാണ്. അപ്പൊ ഞങ്ങൾ പിന്നെ ഒന്നും നോക്കിയില്ല. ആൾ കോൺടാക്ട് നമ്പർ പറഞ്ഞു. അപ്പൊ ഞാൻ സാറിനെ വിളിക്കായിരുന്നു. അപ്പൊ കറക്റ്റ് ആയിട്ട് എല്ലാ ഡീറ്റെയിൽസും പറഞ്ഞു തന്നപ്പോ ഞങ്ങൾക്ക് ശരിക്കും ഇതാണ് ഞങ്ങളുടെ ബെസ്റ്റ് ഓപ്ഷൻ എന്ന് തോന്നി. അപ്പൊ ഞങ്ങൾ അത് സെലക്ട് ചെയ്യായിരുന്നു. ന്യൂസിലൻഡിലേക്ക് വരുന്നതിന് മുമ്പ് ഏതെങ്കിലും കൺട്രി ചൂസ് ചെയ്തായിരുന്നോ സ്റ്റഡി ഡെസ്റ്റിനേഷൻ ആയിട്ട്? ഫസ്റ്റ് ഞങ്ങളുടെ ഓപ്ഷൻ ആദ്യം ഞങ്ങൾ പ്ലാൻ ചെയ്തപ്പോൾ ന്യൂസിലൻഡ് ആണ് ഞങ്ങളുടെ മനസ്സിലുണ്ടായിരുന്നത്. പക്ഷെ ഞങ്ങൾക്ക് അന്ന് ഇത്രയും അവയർനെസ് ഉണ്ടായില്ല. ന്യൂസിലൻഡ് ഞങ്ങൾക്ക് ഫാമിലി ആയിട്ട് പോകുന്നതായിരുന്നു ഞങ്ങളുടെ ഏറ്റവും വലിയ പ്രിഫറൻസ് ഉണ്ടായിരുന്നു. അപ്പൊ ഞങ്ങൾക്ക് ന്യൂസിലൻഡിലേക്ക് അങ്ങനെ ഫാമിലി ആയിട്ട് പോകാൻ പറ്റുന്ന അറിയില്ലായിരുന്നു. അപ്പൊ ഞങ്ങൾ ഒരു ഏജൻസിനെ കോൺടാക്ട് ചെയ്തപ്പോൾ അവർ ഞങ്ങളോട് പറഞ്ഞു സ്വീഡൻ ബെസ്റ്റ് ഓപ്ഷൻ ആണ് ഫാമിലി ആയിട്ട് സെറ്റിൽ ആവാൻ. പക്ഷെ അവിടുന്ന് ശരിക്കുള്ള ഗൈഡൻസും അവയർനെസ്സും അവിടുന്ന് കിട്ടിയില്ല. ഞങ്ങളത് കേട്ട വശം ഒരുമിച്ച് പോകാനുള്ള രീതിയിൽ അടക്കി അപ്ലൈ ആയിരുന്നു. അത് ഞങ്ങൾക്കത് റിജക്ഷൻ ആയിരുന്നു. ഫസ്റ്റ് 2 months റിജക്ഷൻ കിട്ടി. അപ്പോൾ ഞങ്ങൾ ഭയങ്കര സങ്കടത്തിലായിരുന്നു. കാരണം ഞങ്ങൾ ഏറ്റവും ആഗ്രഹിച്ചിട്ട് ഒരുമിച്ച് പോകാൻ ആഗ്രഹിച്ച സ്ഥലമായിരുന്നു. ആഗ്രഹമായിരുന്നു പുറത്തേക്ക് ഒരുമിച്ച് പോകണമെന്ന്. അത് നടക്കാനായപ്പോൾ ഭയങ്കര സങ്കടത്തിലായിരുന്നു. പപ്പയുടെ ഫ്രണ്ടായിരുന്നു ചോയ്സ് ക്യാമ്പയിൻ സജസ്റ്റ് ചെയ്തത്. അപ്പോൾ ആള് ഡിസ്കസ് ചെയ്തപ്പോൾ ആളെ പറഞ്ഞു ന്യൂസിലൻഡിലേക്കാണ് പോകാൻ ഉദ്ദേശിച്ചെങ്കിൽ ഏറ്റവും നല്ല ബെസ്റ്റ് ഓപ്ഷൻ ചോയ്സ് ക്യാമ്പയിൻ ആണ്. അങ്ങനെയാണ് ഞങ്ങൾ ചോയ്സ് ക്യാമ്പയിൻ സെലക്ട് ചെയ്തത്. ഈ ഒരു ക്വസ്റ്റ്യൻ തോമസിന്റെ അടുത്താണ്. ഇപ്പോൾ വൈഫ് പറഞ്ഞല്ലോ, ഇപ്പോൾ ഓൾറെഡി വൈഫ് പറഞ്ഞു ഒരു പ്രീവിയസ് ആയിട്ട് റിജക്ഷൻ കിട്ടിയെന്ന്. അപ്പോൾ ആ ഏജൻസി വഴി റിജക്ഷൻ കിട്ടി കഴിയുമ്പോൾ നിങ്ങളുടെ കുറേ കാശ് പോയിട്ടുണ്ടാവും, കുറേ സമയം പോയിട്ടുണ്ടാവും. അപ്പോൾ ചോയ്സ് ക്യാമ്പയിൻസിനെ കുറിച്ച് റെഫറൻസ് കിട്ടിക്കഴിഞ്ഞപ്പോൾ എന്തൊക്കെ രീതിയിലാണ് നമ്മുടെ ക്രെഡിബിലിറ്റി ചെക്ക് ചെയ്തത്? നമ്മൾ ജെനുവിൻ ആണോ, നമ്മൾ പോയി പ്രോസസ് സ്റ്റാർട്ട് ചെയ്യുന്നതിൻ്റെ വിസ കിട്ടും, അങ്ങനെ കുറേ കൺഫ്യൂഷനൊക്കെ ഉണ്ടായില്ലേ? അതെങ്ങനെയാണ് ചെക്ക് ചെയ്തത് ശരിക്കും? ഞങ്ങൾ അതിന് ശേഷം നമ്പർ കിട്ടിയതിന് ശേഷം ഞങ്ങൾ ആദ്യം കോൺടാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ അതിന് മുമ്പ് തന്നെ ബെസ്റ്റ് ഫ്രണ്ടാണ്, പപ്പയുടെ ഏറ്റവും ബെസ്റ്റ് ഫ്രണ്ടാണ് ആള്. ഈ ഞങ്ങൾക്ക് റെക്കമെൻഡ് ചെയ്ത ഫ്രാൻസിയുടെ. അപ്പൊ തന്നെ ക്രെഡിബിലിറ്റി ആയിട്ടുണ്ടായിരുന്നു ഞങ്ങൾക്ക്. പിന്നെ ആളുടെ സിസ്റ്ററുടെ ഫാമിലിനെ മൊത്തമായിട്ട് മൈഗ്രേറ്റ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു പറഞ്ഞു. പിന്നെ നമുക്ക് ട്രസ്റ്റിന് വേറൊരു പ്രശ്നം ഉണ്ടായിരുന്നില്ല. പിന്നെ ഞങ്ങൾ ഇൻസ്റ്റാഗ്രാം എടുത്ത് നോക്കിയപ്പോ കൊറേ വിസകൾ കിട്ടിയ സ്റ്റോറീസ് കണ്ടു. ട്രസ്റ്റിനൊരു വേറൊരു പ്രശ്നം ഉണ്ടായിട്ടില്ല. നമുക്ക് ചോയ്സിലേക്ക് വരുമ്പോൾ എല്ലാ സ്റ്റുഡൻസും ഹാപ്പി ആവുന്ന ഒരു കാര്യം വെച്ചിട്ടുണ്ടെങ്കിൽ ഫണ്ടിൻ്റെ കാര്യത്തിലാണ്. ഒരു കമ്പാരിസൺ എപ്പോഴും വരാറുണ്ട്. യൂണിവേഴ്സിറ്റി പോകുന്ന സ്റ്റുഡൻസിന് 32 തൊട്ട് 38 ലക്ഷം രൂപ വരെയൊക്കെയാണ് വേറെ ഏജൻസികൾ, അതായത് ന്യൂസിൻ്റെ പ്രൊമോട്ട് ചെയ്യുന്ന ഏജൻസികൾ പറയുന്നത്. പക്ഷേ സെയിം ടൈം നമ്മൾ പ്രൊമോട്ട് ചെയ്യുന്നത് ഒരു 15 ലക്ഷം തൊട്ട് 18 ലക്ഷം രൂപ വരെ 1 ഇയർ മാസ്റ്റേഴ്സ് പ്രോഗ്രാമാണ്. അപ്പോൾ ഈ ഒരു മാസ്റ്റേഴ്സ് ഡിഗ്രി ശരിക്കും ക്യാതറിനെയും തോമസിനെയും നോക്കുമ്പോൾ അഫോർഡബിൾ ആണ് തോന്നിയായിരുന്നു? ശരിക്കും അഫോർഡബിൾ ആയിരുന്നു. ഓൾറെഡി നമുക്ക് ഒരു സ്ഥലത്തേക്ക് നോക്കിയിരുന്നത് കൊണ്ട് കുറച്ച് ഫണ്ടൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ നമ്മള് ശരിക്കും നമ്മൾ ആദ്യം ഒന്നും ആലോചിക്കാണ്ട് ചെയ്യാൻ കാരണം അഫോർഡബിൾ ആയതുകൊണ്ടാണ്. നമുക്ക് നല്ല കോസ്റ്റ് എഫക്റ്റ് ആയിട്ട് തോന്നി, അതുകൊണ്ടാണ് ഞങ്ങൾ സെലക്ട് ചെയ്തത്. തോമസിന് ചേട്ടാ, റിജക്ഷൻ കിട്ടി കൺട്രി ഏതായിരുന്നു? ക്യാതറിൻ യൂറോപ്പ് നോക്കിയപ്പോൾ അവിടെ ഏതായിരുന്നു പ്രോഗ്രാം എടുത്തായിരുന്നത്? ഞാൻ സ്വീഡനിൽ ഡിജിറ്റൽ ലേണിംഗ് എന്ന് പറഞ്ഞ പ്രോഗ്രാം ആയിരുന്നു. അപ്പോൾ ഫീസൊക്കെ നോക്കുകയാണെങ്കിൽ നല്ല കൂടുതലായിരുന്നു. ഇവിടുത്തെ വെച്ച് നോക്കുമ്പോൾ നല്ല കൂടുതലായിരുന്നു. 4 സെമിസ്റ്റർ ആയിരുന്നു. ഒരു സെമിസ്റ്ററിന് തന്നെ നമുക്കൊരു 7 ലക്ഷത്തോളം രൂപ. ഫസ്റ്റ് നമ്മൾ അത് അടച്ചിട്ടായിരുന്നു കോഴ്സ് സ്റ്റാർട്ട് ചെയ്യാൻ പോയിരുന്നത്. പിന്നെ സ്റ്റേ ബാക്ക് നോക്കുകയാണെങ്കിൽ നല്ല കുറവായിരുന്നു. പിന്നെ ഏറ്റവും കൂടുതൽ പ്രശ്നമുള്ളത് ഇംഗ്ലീഷ് സ്പീക്കിംഗ് കൺട്രി ആയിരുന്നില്ല, സ്വീഡിഷ് ആയിരുന്നു അവിടുത്തെ ലാംഗ്വേജ്. അങ്ങനെ കുറെ പ്രശ്നം ഉണ്ടായിരുന്നു. പക്ഷെ ഞങ്ങളിങ്ങനെ ഫാമിലി ആയിട്ട് പോകണമെന്ന് നിർബന്ധമുള്ളതുകൊണ്ട് ഒരു ഓപ്ഷൻ വന്നപ്പോൾ അങ്ങനെ നോക്കിയെന്നുള്ളൂ. എന്തായാലും പറയുകയാണെങ്കിൽ ന്യൂസിൽ ബെസ്റ്റ് ഓപ്ഷൻ. അതെ, ഭയങ്കര ബെസ്റ്റ് ഓപ്ഷനായി ഞങ്ങൾക്ക്. ഫീസ് നോക്കുകയാണെങ്കിൽ ഫീസ് ആയാലും ഞങ്ങൾ ചെയ്തേക്കണ എല്ലാ പ്രിഫറൻസ് വെച്ചിട്ട് ബെസ്റ്റ് ഓപ്ഷൻ ന്യൂസിലൻഡാണ്. തോമസ് ചേട്ടാ, വൈഫിൻ്റെ അടുത്ത് ഇൻഫർമേഷൻ കിട്ടിയിട്ടുണ്ടാവുമല്ലോ ഓൾറെഡി. അതല്ലെങ്കിൽ നിങ്ങൾ ചെക്ക് ചെയ്തപ്പോൾ അത് സ്പൗസായിട്ട് പോകാൻ പറ്റുന്ന ഒരു ഓപ്ഷൻ ന്യൂസിൻ്റെ അടുത്ത് മനസ്സിലായിട്ടുണ്ടാവുമല്ലോ. അങ്ങനെ കേട്ടപ്പോൾ അത് ജെനുവിൻ ആയിട്ടുള്ള ഇൻഫർമേഷൻ ആണെന്ന് തോന്നിയായിരുന്നോ? ശരിക്കും ജെനുവിനാന്ന് തോന്നിയിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ മുന്നേ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല, ഞങ്ങൾക്ക് റെക്കമെൻഡ് ചെയ്ത ഫ്രാൻസി ചേട്ടൻ ഞങ്ങളോട് എല്ലാം എക്സ്പ്ലെയിൻ ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നു. ചോയ്സ് ക്യാമ്പയിനിലേക്ക് വിളിച്ചപ്പോഴും അവർക്ക് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മളൊരു ട്രസ്റ്റ് വർത്തിന്ന് ഒരു ഇൻഫർമേഷൻ കിട്ടിയപ്പോ പിന്നെ അതിനൊരു നമ്മൾ പാർട്ടായിട്ട് വിചാരിച്ചിട്ടില്ല, ജെനുവിനായിട്ട് വിചാരിച്ചു. ക്യാതറിൻ, ചോയ്സ് ക്യാമ്പയിൻസിൽ വന്ന് ഇപ്പോൾ വിസ അപ്രൂവ് ആയിക്കണല്ലേ?
അപ്പോൾ ഇതുവരെയുള്ള എക്സ്പീരിയൻസ് എങ്ങനെയായിരുന്നു? തുടക്കം തൊട്ട് ഇതുവരെ വിസ കിട്ടി ഈ നിമിഷം വരെയുള്ള എക്സ്പീരിയൻസ് നോക്കുവാണെങ്കിൽ. ഞാൻ സർവീസസിലൊക്കെ നല്ല സാറ്റിസ്ഫൈഡ് ആണ്. കാരണം നമ്മൾ കോൺടാക്ട് ചെയ്ത് ഡോക്യുമെൻറ്റ്സ് ഒക്കെ അയച്ച് വിത്തിൻ 5 days തന്നെ അശ്വതി മാഡായിരുന്നു ഫുൾ ഡീറ്റെയിൽസ് കളക്ട് ചെയ്ത് വിത്തിൻ 5 days തന്നെ നമുക്ക് കണ്ടീഷണൽ ഓഫർ ലെറ്റർ ഒക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു. പെട്ടെന്ന് തന്നെ PT സ്കോർ സബ്മിറ്റ് ചെയ്ത് പെട്ടെന്ന് തന്നെ ഓഫർ ലെറ്റർ കിട്ടിയായിരുന്നു. പിന്നെ ബാക്കി കാര്യങ്ങളും ഫണ്ടൊക്കെ കുറച്ച് ഓക്കെ ആയതുകൊണ്ട് ബാക്കി എല്ലാ കാര്യങ്ങളും സ്മൂത്ത് ആയിട്ട് നടന്നു. പെട്ടെന്ന് തന്നെ വിസ അപ്രൂവ് ആയി. ചോയ്സ് ക്യാമ്പയിൻസിന്റെ സർവീസൊക്കെ അടിപൊളിയായിരുന്നു. ഡോക്യുമെന്റ്സ് ഒക്കെ കളക്ട് ചെയ്ത് ബെസി മാം ആയിരുന്നു ഫസ്റ്റ് എൻ്റെ കൗൺസിലിംഗ്. അപ്പോൾ ഡോക്യുമെന്റ്സ് ഒക്കെ കളക്ട് ചെയ്ത് വിത്തിൻ 5 days തന്നെ ഓഫർ ലെറ്റർ ഒക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മുടെ ഓൾമോസ്റ്റ് ഫണ്ടൊക്കെ മുൻപൊരു സ്ഥലത്തേക്ക് നോക്കിയോണ്ട് ഫണ്ടൊക്കെ ഓക്കെ ആയിരുന്നു. ഞങ്ങൾക്ക് പെട്ടെന്ന് തന്നെ എല്ലാം റെഡിയായി, വിസ അപ്രൂവ് ആയി. അധികം ഡിലേ ഒന്നും വന്നില്ല. അഫോർഡബിൾ ആയിട്ട് ഒരു കോഴ്സ് പുറത്ത് ചെയ്യാൻ ആഗ്രഹമുള്ളവർ, എസ്പെഷ്യലി ന്യൂസിലൻഡ് ചെയ്യാൻ ആഗ്രഹമുള്ളവർ ബെസ്റ്റ് ഓപ്ഷൻ ആയിട്ട് എന്തായാലും ചോയ്സ് ക്യാമ്പയിൻ സെലക്ട് ചെയ്യാനേ ഞാൻ പറയുള്ളൂ. കാതറിൻ തോമസ് ചേട്ടൻ, ഇന്ന് വിസ അപ്രൂവ് ആയി. ന്യൂസിലൻഡിലേക്ക് സ്റ്റുഡൻറ് വിസ അപ്രൂവ് ആയി എന്ന് പറഞ്ഞപ്പോൾ എന്തായിരുന്നു നിങ്ങളുടെ ഹാപ്പി മൊമെന്റ്സ്? ഭയങ്കര ഹാപ്പി. കാരണം ഞങ്ങൾ കുറേ നാളായിട്ട് വെയിറ്റ് ചെയ്യണ ഒരു കാര്യമുള്ളൂ. അപ്പോൾ പെട്ടെന്ന് തന്നെ ഞങ്ങൾ വിചാരിച്ചോളം കൂടുതൽ സ്പീഡിൽ ആയിപ്പോൾ ഞങ്ങൾക്ക് നല്ല ഹാപ്പി. എല്ലാവരും ഫാമിലി എല്ലാവരും ഹാപ്പി. വിസ കിട്ടിയെന്നുള്ള ന്യൂസ് കിട്ടിയതോടുകൂടി ഞങ്ങൾക്ക് നല്ല ഹാപ്പിനെസ് ആയിരുന്നു. ഞങ്ങൾ കഴിഞ്ഞ ഓൾറെഡി ഒരു റിജക്ഷൻ കഴിഞ്ഞ് അതിന്റെ വിഷമത്തിലായിരുന്നു. അപ്പൊ ഇങ്ങനെ ഒരു വിസ കിട്ടിയതോടുകൂടി എല്ലാവരും വീട്ടിലെല്ലാവരും നല്ല ഹാപ്പി ആയിരുന്നു. അന്നത്തെ ദിവസം ഫുള്ള് സെലിബ്രേഷൻ കൂടെ ആയിരുന്നു. വിസ കിട്ടിയതിന് ശേഷം നമ്മുടെ ചോയ്സിൽ നിന്ന് എന്തായാലും കോൺടാക്ട് ചെയ്തിട്ടുണ്ടാവല്ലോ സ്റ്റാഫ്. ന്യൂസിന് എത്തിക്കഴിയുമ്പോൾ എന്തൊക്കെ സർവീസാണ് ചോയ്സ് ക്യാമ്പയിൻസിന് ഓഫർ ചെയ്യുന്നത്? ശരിക്കും ഓഫർ ചെയ്യുന്ന സർവീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എയർപോർട്ട് പിക്കപ്പ് അവർ ഓഫർ ചെയ്തിട്ടുണ്ട്. പിന്നെ നമുക്ക് ഏറ്റവും കൂടുതൽ ആവശ്യമായിരുന്നു നമ്മൾ ഫാമിലി ആയിട്ട് ട്രാവൽ ചെയ്യാനുള്ള ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അക്കോമഡേഷൻ, പിന്നെ നമുക്ക് പാർട്ട് ടൈം കണ്ടുപിടിക്കാൻ വേണ്ടി അസിസ്റ്റൻസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. കാതറിനും ഹസ്ബൻഡിനും ആദ്യത്തെ സ്വീഡനിലേക്കുള്ള വിസ റിജക്റ്റ് ആയി കഴിഞ്ഞപ്പോൾ നമുക്ക് സ്റ്റുഡൻറ് വിസ നോക്കുകയാണെങ്കിൽ ഒത്തിരി കൺട്രികൾ അവൈലബിൾ ആണ്. അതായത് കാനഡ ഉണ്ട്, ഓസ്ട്രേലിയ ഉണ്ട്, അയർലൻഡ് ഉണ്ട്, ജർമ്മനി ഉണ്ട്. അതൊന്നും നോക്കാണ്ട് ന്യൂസിന്റെ എന്തുകൊണ്ടാണ് കൂടുതൽ പ്രിഫറൻസ് കൊടുത്തത്? ഓക്കെ, അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ഈ സ്വീഡൻ നോക്കണേക്കാൾ മുമ്പ് ഞങ്ങളുടെ ഡ്രീം ഡെസ്റ്റിനേഷൻ എന്തായാലും ന്യൂസിലൻഡ് ആയിരുന്നു. പക്ഷെ അന്ന് നമുക്ക് എത്ര അവയർനെസ്സും കാര്യങ്ങളൊന്നും ഉണ്ടായില്ല. ചോയ്സ് ക്യാമ്പയിനാണ് നമുക്ക് അത്ര അവയർനെസ് തന്നത്. ഫീസ് ഭയങ്കര അഫോർഡബിൾ ആയിരുന്നു. 1 year കോഴ്സ് ഡ്യൂറേഷൻ, 1 yearൽ നമുക്ക് ഇത് കഴിയും. നമ്മൾ ഫാമിലി മോളുണ്ടല്ലോ, അപ്പോൾ നമുക്ക് 1 yearൽ കോഴ്സ് കംപ്ലീറ്റ് ചെയ്ത് സ്റ്റേ ബാക്ക് 3 വർഷം സ്റ്റേ ബാക്ക് ഉണ്ട്. പിന്നെ ഞങ്ങൾക്ക് ഏറ്റവും ബെറ്റർ ഓപ്ഷൻ ആയിട്ട് തോന്നാൻ കാരണം ഫാമിലി ആയിട്ട് ട്രാവൽ ചെയ്യായിരുന്നു. ഇപ്പോൾ മോളുടെ കാര്യത്തിൽ എനിക്ക് ഒറ്റയ്ക്ക് ഇവിടെ നിർത്തിയിട്ട് പോകാൻ പറ്റിയൊരു ഇതുണ്ടായില്ല. ഇവിടെ ആരുടെ അടുത്തും അങ്ങനെ പോകുന്ന ആളല്ല. അപ്പോൾ ഞങ്ങൾക്ക് ഒരുമിച്ച് പോകാൻ പറ്റിയൊരു സ്ഥലമാണ്. അത് വലിയൊരു കാര്യമായിരുന്നു. പിന്നെ ബാക്കി കൺട്രീസ് ഇപ്പോൾ അയർലൻഡ് പോലത്തെ സ്ഥലത്തൊക്കെ പോയി കഴിഞ്ഞാൽ ഭയങ്കര എക്സ്പെൻസീവ് ആണ്. ഇവിടെ അത്ര എക്സ്പെൻസീവ് ആയിട്ട് തോന്നിയില്ല എല്ലാ കാര്യങ്ങളും അറിഞ്ഞു കഴിഞ്ഞപ്പോൾ. പിന്നെ ITR അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇവിടെ ഇത്തിരി കൂടി നന്നായിട്ട് തോന്നി. അതൊന്നും ഇവിടെ ഇല്ല ന്യൂസിലാൻഡിൽ. അപ്പോൾ ഞങ്ങൾക്ക് ന്യൂസിലാൻഡ് ഏറ്റവും ബെറ്റർ ഓപ്ഷൻ ആയിട്ട് തോന്നാൻ കാരണം എന്തായാലും ചോയ്സ് ക്യാമ്പയിനാണ്. അവർ അത്രയും നന്നായിട്ട് അവയർനെസ് തന്നുകൊണ്ടാണ് ഞങ്ങൾക്ക് ന്യൂസിലാൻഡിനെ പറ്റി ഇത്ര നന്നായിട്ട് അറിയാൻ പറ്റിയത്. ഞങ്ങൾ സെലക്ട് ചെയ്തു. അപ്പോൾ കാതറിനും തോമാസും ചേട്ടനും എല്ലാവിധ ആശംസകളും. കാതറിന് ന്യൂസിൽ പോയി കോഴ്സ് സക്സസ്ഫുൾ ആയി കംപ്ലീറ്റ് ആക്കി സ്റ്റേ ബാക്കിൽ ജോലി കണ്ടുപിടിച്ച് സെറ്റിൽ ആകാൻ പറ്റുന്ന രീതിയിൽ എല്ലാ കാര്യങ്ങളും. അപ്പോൾ ബെസ്റ്റ് വിഷസ്. താങ്ക് യു. ചോയ്സ് ക്യാമ്പയിൻസ്.